ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹണി ജാക്ക് ഫ്രൂട്ട് വാനില പുഡിംഗ് ആണ്. അതിന് ഞാൻ ജാക്ക് ഫ്രൂട്ട് മിക്സിയിലിട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു പാനിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തുള്ളൂ. കാരണം തേൻ വരിക്ക ആയതുകൊണ്ട് നല്ല മധുരം അതിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളേ. നിങ്ങളുടെ ചക്ക സാധാ ചക്കയാണെങ്കിൽ ഇത്തിരി പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്തോ മധുരത്തിന് വേണ്ടിയിട്ട്. ഇതിന് പകരം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നെങ്കിൽ അതും ആഡ് ചെയ്യാം. ഞാനിവിടെ മിൽക്ക് മെയ്ഡൊന്നും ആഡ് ചെയ്യുന്നില്ല, പഞ്ചസാരയും പാലുമാണ് ആഡ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഞാൻ പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പാല് ഞാനൊരു 200 ml പാലാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നീട് ഞാൻ അതിലേക്ക് ജെലാറ്റിനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ജെലാറ്റിൻ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ജെലാറ്റിൻ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ധൃതി ചെയ്തതായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. ജെലാറ്റിൻ ആഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നേ, പെട്ടെന്ന് ചെയ്തോണ്ടാ. പിന്നെ ഞാൻ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ആഡ് ചെയ്തുകൊണ്ട് കട്ട കാണുമല്ലോ, അതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഫ്രീസറിൽ ഒരു 2 മണിക്കൂറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നീട് അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 250 ml ഫ്രഷ് ക്രീം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വാനില പുഡിംഗ് ഉണ്ടാക്കാനാണ്. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, നല്ല കട്ടയൊക്കെ മാറുന്ന രീതിയിൽ. പിന്നെ അതിലേക്ക് കുറച്ച് പാല് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 100 ml പാല് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 100 പാൽ ആഡ് ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ കട്ടയൊക്കെ പോകുന്ന രീതിയിൽ ആയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പോളം പഞ്ചസാര അതിനും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഞാൻ വാനില എസൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ജെലാറ്റിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത് കയറി പെട്ടെന്ന് കട്ട് പിടിച്ച് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നിട്ട് ഞാൻ ആ കട്ടയൊക്കെ മാറുന്ന വരെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തു വെച്ച ചക്കയുടെ പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചക്കയുടെ പുഡിങ് അപ്പോഴത്തേക്കും ഒരുവിധം തണുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് ഞാൻ 4-5 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷമുള്ള ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അത് കമത്തി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാനിലയുടെ പുഡിങ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജാക്ക് ഫ്രൂട്ടിൻ്റെ പുഡിങ് ഇത്തിരി കൂടി കട്ടിയാവാനുണ്ടായിരുന്നു. ഞാൻ അത് അപ്പോഴത്തേക്ക് നൈഫ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടേസ്റ്റ് വൈസ് വാനിലയുടെ പുഡിങ് സൂപ്പറായിരുന്നു. ജാക്ക് ഫ്രൂട്ടിൻ്റെയും കൂടെ ടേസ്റ്റ് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ.